ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ഇനി വരുന്ന നാളുകൾ രാമായണശീലുകളുടെ ദിനങ്ങളാണ്. രാമായണം എന്ന വാക്ക് കേൾക്കുന്ന മാത്രയിൽ തന്നെ രാമനോളം നാം എല്ലാം മനസ്സിൽ കാണുന്ന മറ്റൊരു മഹത് വ്യക്തിത്വമാണ് ഹനുമാൻ സ്വാമി. ഹനുമാൻ സ്വാമിയെ രാമചന്ദ്രപ്രഭു കാണുന്ന ഒരു സന്ദർഭമുണ്ട്. ബ്രഹ്മചാരി വേഷത്തിലാണ് രാമചന്ദ്രപ്രഭുവിൻ്റെ മുമ്പിൽ ഹനുമാൻ സ്വാമി വരുന്നത്. ആ വാക്കുകളും പ്രവൃത്തികളും ശരീരഭാഷയും കാണുമ്പോൾ രാമചന്ദ്രപ്രഭു ലക്ഷ്മണനോട് സൂചിപ്പിക്കുന്നുണ്ട്, ഇവൻ വെറും ഒരു ബ്രഹ്മചാരിയല്ല, മറിച്ച് എല്ലാ വേദാംഗങ്ങളും അറിയുന്ന, എല്ലാ ശാസ്ത്രങ്ങളിലും പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിത്വമാണ് ഹനുമാൻ സ്വാമി എന്ന് രാമചന്ദ്രപ്രഭു ലക്ഷ്മണനോട് സൂചിപ്പിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയിൽ തന്നെ, കണ്ടമാത്രയിൽ തന്നെ ഹനുമാൻ സ്വാമി മനസ്സാ ഉറപ്പിക്കുന്നു, മനസ്സാ വരിക്കുന്നു, എൻ്റെ യഥാർത്ഥ യജമാനൻ ശ്രീരാമചന്ദ്രപ്രഭു തന്നെയാണെന്ന് ഉറപ്പിക്കുന്നുണ്ട്. വാൽമീകി രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഹനുമാൻ സ്വാമിയെ കുറിച്ച് പ്രകീർത്തിക്കുമ്പോൾ, ഹനുമാൻ സ്വാമിയുടെ ഗുണഗണങ്ങൾ പ്രകീർത്തിക്കുമ്പോൾ വൈയാകരണപ്പെടു എന്നെല്ലാം പറയുന്നുണ്ട്. നമുക്കറിയാം, 4 വേദങ്ങൾ, 4 ഉപവേദങ്ങൾ, വേദാംഗങ്ങൾ 6 ഇതെല്ലാം ഹൃദയസ്ഥമാക്കിയ വ്യക്തിത്വത്തിന് ഉടമയാണ് ഹനുമാൻ സ്വാമി. ശിക്ഷ കൽപ്പോത വ്യാകരണം നിരുക്ത ഛന്ദാംസ ചയ ജ്യോതിഷാമയനം ചൈവ വേദാംഗാനി ഷഡേഷു തു. ഇങ്ങനെ 6 വേദാംഗങ്ങളും ഹൃദയസ്ഥമാക്കിയവനാണ് ഹനുമാൻ സ്വാമി. ശിക്ഷ, കൽപ്പം, വ്യാകരണം, നിരുക്തം, ഛന്ദസ്, ജ്യോതിഷം. വാൽമീകി രാമായണത്തിൽ പറയണു, ഹനുമാൻ സ്വാമി നവവ്യാകരണ പണ്ഡിതനാണ്. ഇപ്പോൾ സംസ്കൃത ഭാഷയിൽ 9 വ്യാകരണ ഗ്രന്ഥങ്ങളുണ്ട്, ഉണ്ടായിരുന്നു. ഇതിലിപ്പോൾ ഒന്ന് നമുക്കറിയാവുന്നത് പാണിനീയമാണ്. മറ്റ് 8 അതായത് ഇപ്രകാരമാണ് പറയുന്നത്: 1 ചാന്ദ്രം, 2 ഐന്ദ്രം, കാശകൃത്സ്നം, കൗമാരം, ശാകടായനം, സാരസ്വതം, ആഭിശാലം, ശാകലം. 9 പറയുന്നത് പാണിനീയം. ഇങ്ങനെ 9 വ്യാകരണങ്ങളിലും ആഴത്തിലുള്ള അറിവുള്ള വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു ഹനുമാൻ സ്വാമി. അങ്ങനെ നവവ്യാകരണ പണ്ഡിതനെന്ന് ഹനുമാൻ സ്വാമിയെ വാൽമീകി രാമായണം വിശേഷിപ്പിക്കുന്നു. ഈ എല്ലാ വിദ്യകളും സൂര്യനിൽ നിന്നാണ് ഹനുമാൻ സ്വാമി അഭ്യസിച്ചെടുത്തത്. സൂര്യൻ മുന്നോട്ട് ഗമിക്കുമ്പോൾ തൻ്റെ ഗമനം പിന്നിലേക്കാക്കിക്കൊണ്ട് ഇതെല്ലാം ക്ഷമാപൂർവ്വം പഠിച്ചെടുത്തു. ഇവിടെ തൻ്റെ അറിവിനെ യുക്തമായ തരത്തിൽ കൊണ്ടുവരികയായിരുന്നു ഹനുമാൻ സ്വാമി. ഒന്ന് മനസ്സിലാക്കണം, മാ വിദ്വിഷാവഹേ, മാ അരുത്, വിത്ത് പ്ലസ് വിഷം. അറിവിൽ ഒരു കാരണവശാലും വിഷം ഉണ്ടാകരുത്. മനോമാലിന്യങ്ങളാവുന്ന അസൂയ, കാലുഷ്യം ഇത്യാദികളൊന്നും അറിവിൻ്റെ കൂടെ ചേരരുത്. മറുഭാഗത്ത് നമുക്കറിയാം, രാവണനെ പോലെയുള്ള വ്യക്തിത്വത്തിനും എല്ലാ വിദ്യകളും അറിയാമായിരുന്നു. പക്ഷേ രാവണൻ്റെ അറിവ് വിഷം ചേർന്ന അറിവായി. അത് ലോകത്തിന് ഹാനികരമായി തീർന്നു, വിനാശകരമായി തീർന്നു. ഇവിടെ ഹനുമാൻ സ്വാമി തൻ്റെ അറിവിനെ സദ്ഗുണങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ പാണ്ഡിത്യം, നമുക്ക് കിട്ടുന്ന പാണ്ഡിത്യം ലോകോപകാരത്തിന് വേണ്ടിയിട്ടായി ചെയ്യേണ്ടതുണ്ട്. നമുക്കറിയാം, ഹനുമാൻ സ്വാമിയെക്കുറിച്ച് നമ്മൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുമ്പോൾ ഹനുമാൻ സ്വാമിയുടെ എല്ലാ കർമ്മങ്ങളും ശ്രേഷ്ഠതമമായ കർമ്മങ്ങളായിരുന്നു. നമ്മൾ പഠിച്ചു വച്ചിട്ടുണ്ട്, യജ്ഞോ വൈ ശ്രേഷ്ഠതമ കർമ്മ. അപ്പോൾ യജ്ഞഭാവനയോടുകൂടിയാണ് ഹനുമാൻ സ്വാമി തൻ്റെ കർമ്മങ്ങൾ ചെയ്തത്. രാമകാര്യത്തിനായിട്ടാണ് കർമ്മങ്ങളെല്ലാം ചെയ്തത്. അപ്പോൾ
ഹനുമാൻ സ്വാമിയുടെ യജ്ഞഭാവനയോടുകൂടിയുള്ള ഈ കർമ്മം നമുക്കും സ്വാംശീകരിക്കാം. വരും നാളുകൾ രാമായണത്തോടൊപ്പം രാമായണശീലിനോടൊപ്പം ഈ വക കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിൽ ഓർത്തിരിക്കാം. വീണ്ടും കാണാം. ഹരി.